ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വാങ്ങുന്ന കാര്യം എന്താ? ഓട്സ് അല്ലേ? അപ്പോൾ ഓട്സ് വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ഓട്സ് ഉപയോഗിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒട്ടും തടി കുറയില്ല, പോരാത്തതിന് തടി കൂടുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഓട്സ് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ അതിൽ ഹൈ കലോറിയാണ് ഉള്ളത്. അതിലത്തെ ഫൈബറൊക്കെ നഷ്ടമായിട്ട് അത് കൂടുതൽ സ്റ്റാർച്ചി ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓട്സ് കുക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ ഓവർനൈറ്റ് ഓട്സ് ആക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹൈ ഫൈബറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫുൾ ഡേ ഒട്ടും വിശപ്പ് തോന്നാതെ നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാം. അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മാങ്ങയാണ് കേട്ടോ. മാങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിളും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ മാങ്ങ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പ്യൂരി ആക്കി എടുക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ പൾപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിവിടെ ഒരു 3 പേർക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു പൾപ്പിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 ടേബിൾ സ്പൂൺ ഓട്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാല് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എന്തായാലും കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൽ നമ്മൾ കേടൊന്നും ചേർക്കുന്നില്ല. കേടും പാലും കൂടിയും ചേർക്കുന്നത് അത്ര നന്നല്ല. നമ്മുടെ ഒരു എന്താ പറയുക, വിരുദ്ധ ആഹാരം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്ത് പാത്രമാണുള്ളത് വെച്ചാൽ ഒരു അടപ്പുള്ള പാത്രം എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് ഞാൻ ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് അതുണ്ടല്ലോ, വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു, അത് ഒരു ലെയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓട്സിൻ്റെ ആ ഒരു മിക്സും, പിന്നെ അതിലേക്ക് കുറച്ച് കിസ്മിസ്, ബദാം, കാഷ്യൂ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട്, ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ അങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്യാം. ഈ കസ്കസ് നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ബോഡി കൂളാവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് രാവിലെ എടുക്കും, ഇതുപോലെ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ രാവിലെ എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇടും. നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണുള്ളത് വെച്ചാൽ നമുക്കിടാം. എൻ്റെ കയ്യിലിപ്പോൾ നേന്ത്രപ്പഴം ഉണ്ട്, അതുപോലെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരു കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കഴിക്കുമ്പോൾ ഇത് കൂട്ടി കഴിക്കാൻ കുറച്ചും കൂടി നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സാണുള്ളത് വെച്ചാൽ അതൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാം. പൊമഗ്രാനറ്റ് യൂസ് ചെയ്യാം, ഗ്രേപ്സ് യൂസ് ചെയ്യാം, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഇനി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹണി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേസമയം നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, കസ്കസിന് പകരം ഫ്ലാക്സ് സീഡ്സ് എടുക്കാം, ചിയ സീഡ്സ് എടുക്കാം. ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.